കംഫർട്ട് സോൺ എങ്ങനെ ബ്രേക്ക് ചെയ്യാം എന്നുള്ളതാണ്. പലരും കംഫർട്ട് സോണിൽ കരിയർ ഡെഡായിട്ട് അതല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്പോയിൽ ചെയ്ത് എന്ത് ചെയ്യാണ്, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. ഒരിക്കലും അവർ ആ കംഫർട്ട് സോണ് ബ്രേക്ക് ചെയ്യാത്തിടത്തോളം അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യാത്ത കാലത്തോളം അവരെന്ത് ചെയ്യാൻ പോകുന്നില്ല, സക്സസ് ആവാൻ പോകുന്നില്ല. എല്ലാവർക്കും ഒരു ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ജോബിലിരിക്കുന്ന ആൾക്കാർക്ക് അറിയാം ഞാനിതുകൊണ്ട് എന്ത് ചെയ്യില്ല, വളരില്ല. ഇപ്പോൾ എന്ത് ചെയ്യാണ്, ഇന്ത്യയിലാണെങ്കിൽ ഒരു 50,000 രൂപ സാലറി കിട്ടുന്ന ഒരാളാണെങ്കിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ 25,000 രൂപ സാലറി കിട്ടുന്ന ഒരാളാണ്, അല്ലെങ്കിൽ 15,000 രൂപ സാലറി കിട്ടുന്ന ഒരാളാണെങ്കിൽ അവരെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി, അടുത്ത 10 വർഷത്തിൻ്റെ ഉള്ളിൽ എനിക്ക് ഇന്ന ആവശ്യങ്ങളുണ്ട്, ഈ 10 വർഷത്തിൻ്റെ ഉള്ളിൽ ഇന്ന ആവശ്യങ്ങളുണ്ട്, ഇതുകൊണ്ട് ഈ സാലറി കൊണ്ട് എനിക്ക് ഈ 10 വർഷം ഓവർടേക്ക് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ്. ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. എന്നാലും എന്ത് ചെയ്യും, നമ്മൾ ആ കംഫർട്ട് സോണിൽ അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ശരിക്കും ഈ കംഫർട്ട് സോൺ എപ്പോൾ ബ്രേക്ക് ചെയ്യാൻ കഴിയുന്നോ അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, സക്സസ് ഉണ്ടാകുന്നുള്ളൂ. കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ചെറിയ റിസ്ക് ഒന്നും എടുത്താൽ പോരാ. കാരണം എന്താണ്, അത്രയും നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ഒരു സ്ഥാപനമോ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളിങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് എന്ത് ചെയ്യും, മുന്നോട്ട് കൊണ്ടേയിരിക്കും. അതിനനുസരിച്ചിട്ട് നമ്മളുടെ ലൈഫ് എന്ത് ചെയ്യും, ചെറുതായി. കാരണം നമ്മൾ എന്ത് ചെയ്യാണ്, വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ ലൈഫ് എന്ത് ചെയ്യാണ്, ചെറുതായി പോവുകയാണ്. കാരണം നമ്മൾ കംഫർട്ട് സോണിലാണുള്ളത്. അതല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സ്വന്തമായിട്ട് ഓൺട്രപ്രണർഷിപ്പോ അതല്ലെങ്കിൽ എന്തെങ്കിലും സംരംഭങ്ങളോ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോഴേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ സക്സസ് ആകുന്നുള്ളൂ. 10-20 വർഷം എക്സ്പീരിയൻസ് ഒരു ഫീൽഡിൽ ഉണ്ടായിട്ടും ആ ഫീൽഡിൽ എന്ത് ചെയ്യാണ്, ഒരു ഓൺട്രപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാത്ത ആളുകൾ എന്ത് ചെയ്യാണ്, എപ്പോഴും എന്ത് ചെയ്യാണ്, ഫെയിലിയർ ആണ്. അല്ലെങ്കിൽ ആ ഫെയിലിയാരിറ്റിയിൽ തന്നെയാണ് അവരെന്ത് ചെയ്യുന്നത്, തുടരുന്നത്. അതല്ല അവരെന്ത് ചെയ്യാണ്, 5 to 10 ഇയേഴ്സിലേക്ക് എത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാണ്, അവർ ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് അവർ എക്സ്പീരിയൻസ് എന്ത് ചെയ്യാണ്, ഒരു ഓൺട്രപ്രണർഷിപ്പാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്ക് സക്സസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അവർ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇതാണ് ലോകത്തിൽ കാണുന്ന, നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്ന റിയാലിറ്റി എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്.